കണ്ണൂർ ജില്ലയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് മലപ്പുറം ജില്ലയിലെ മൂത്തേടം പഞ്ചായത്തിലേക്കാണ്. പഞ്ചായത്തിന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം ഉസ്മാൻ. നിരവധി പുരസ്കാരങ്ങളുടെയും അംഗീകാരങ്ങളുടെയും എല്ലാം നിറവിലാണ് മൂത്തേടം ഗ്രാമപഞ്ചായത്തുള്ളത്. ഈ ഭരണകാലത്തെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഒറ്റനോട്ടത്തിൽ വിലയിരുത്താനാവുക? നമുക്ക് മൂത്തേടം പഞ്ചായത്തിൽ ഒട്ടനവധി പദ്ധതികൾ ഇതിനോടകം ചെയ്യാൻ സാധിച്ചു. വീടില്ലാത്ത 10,000 ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ വീടില്ലാത്തവർക്ക് മുഴുവൻ ആൾക്കാർക്കും 2018 മുതൽ 2020 വരെ അപേക്ഷ നൽകിയ മുഴുവൻ ആൾക്കാർക്കും വീടുകൾ എഗ്രിമെന്റ് വെക്കാനും 600ഓളം വീടുകൾ പൂർത്തീകരിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ 152 പേര് ഭൂരഹിതരായ ആൾക്കാരുണ്ടായിരുന്നു. അവരെയും വിളിച്ചേർത്ത് അവർക്ക് വേണ്ട ആവശ്യമായ ഭൂമി കണ്ടെത്തി 130ഓളം ആൾക്കാർ ഭൂമി കണ്ടെത്തുകയും അവർക്ക് വേണ്ട പണം കൊടുക്കുകയും ചെയ്യും. അതിലും വീട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് വലിയൊരു നേട്ടമായി കാണുന്നത്. കാരണം ഭൂരഹിതരായ ആൾക്കാരുടെ ആ പ്രയാസങ്ങൾ മാറ്റിയെടുക്കാൻ സാധിച്ചു. ഇനിയും ഒട്ടനവധി പുതിയതായിട്ട് അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുകയാണ് PMOയിൽ. അതാണ് ഇപ്പൊ നടക്കുന്നത് ലൈഫില്. അതോടൊപ്പം തന്നെ നമ്മുടെ ഉത്തരപഞ്ചായത്ത് ഒട്ടനവധി കാര്യങ്ങൾ, പിന്നെ ഒട്ടനവധി റോഡുകളുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ മാലിന്യ പ്രശ്നങ്ങളിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കാർഷിക മേഖലയിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ILGMS എന്ന പദ്ധതി സോഫ്റ്റ്വെയർ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ 2ാം സ്ഥാനത്ത് ആദ്യം കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കിയ ഒരു പഞ്ചായത്താണ് മൂത്തേടം പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുരസ്കാരങ്ങൾ, ജില്ലാ പുരസ്കാരങ്ങളൊക്കെ ഇതിനോടൊപ്പം നേടാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഫയലുകളെല്ലാം തന്നെ സമയബന്ധിതമായി തീർക്കാൻ ഓൺലൈൻ സേവനം അടക്കം നൽകി വരുന്ന ഒരു പഞ്ചായത്താണ്. 100% പദ്ധതി വിഹിതം ചിലവഴിച്ചു എന്നതടക്കമുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃഷിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് കർഷകരെ ഈ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഈ സബ്സിഡികളെല്ലാം തന്നെ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നത്? മൂത്തേടം പഞ്ചായത്തിൽ നമുക്കറിയാം 3 ഭാഗം പുഴകളാളും ഒരു ഭാഗം വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. ഒരു ഭാഗം എന്നല്ല, 3 ഭാഗം വനം തന്നെയാണ്. ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം നേരിടുന്ന ഒരു പഞ്ചായത്താണ് മൂത്തേടം പഞ്ചായത്ത്. ആ പഞ്ചായത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ പോലും കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നിരുന്നാലും നമുക്കറിയാം, ഞങ്ങൾ വന്യമൃഗശല്യം നേരിടാൻ വേണ്ടി ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ട് നമ്മുടെ ഈ സോളാർ ഫെൻസിങ്, ഇൻഡിവിജ്വൽ സോളാർ ഫെൻസിങ് കൊടുത്ത പഞ്ചായത്താണ് മൂത്തേടം പഞ്ചായത്ത്. അതിൽ പ്രത്യേകമായ ശാസനം വാങ്ങിക്കൊണ്ടാണ് ആ പദ്ധതി ആവിഷ്കരിക്കപ്പെടുന്നത്. ആംഗിങ് ഫെൻസിങ്, ഫോറസ്റ്റിന്റെ സഹായത്തോടെ ആംഗിങ് ഫെൻസിങ് മൂത്തേടം പഞ്ചായത്ത് മുഴുവനായി നിർമ്മിക്കാൻ പോവുകയാണ്. അതിന്റെ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. അതിപ്പോ ടെൻഡറൊക്കെ കഴിഞ്ഞു. മൂത്തേടം പഞ്ചായത്ത് സമ്പൂർണ്ണമായി ആംഗിങ് ഫെൻസിങ് നിർമ്മിക്കും. അതുകൊണ്ട് വന്യമൃഗശല്യം അടക്കമുള്ള ശല്യങ്ങൾക്ക് ഒരു പരിഹാരം, ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റും. ഒട്ടനവധി ആൾക്കാരുടെ ജീവൻ അപഹരിച്ച ഒരു പഞ്ചായത്താണ്. കഴിഞ്ഞ മാസമാണ് ഉച്ചക്കുളം കോളനിയിൽ ഒരു സ്ത്രീയെ ആന ചവിട്ടിക്കുന്നത്. അത് വലിയ വാർത്തയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കോളനിക്കുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ അടക്കമുള്ള സാധനങ്ങൾ, ആംഗിങ് ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. MP ഫണ്ട്, പ്രിയങ്ക ഗാന്ധിയുടെ ഫണ്ട് 15 ലക്ഷം രൂപ പെട്ടെന്ന് അനുവദിച്ചിട്ടുണ്ട്. അവിടെ ഐമാസ് ലൈറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ ആംഗിങ് ഫെൻസിങ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കർഷകർക്കും സോളാർ ഫെൻസിങ്, നമ്മുടെ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സോളാർ ഫെൻസിങ് കൊടുക്കാൻ, വ്യക്തികൾക്ക് സോളാർ ഫെൻസിങ് കൊടുക്കാനുള്ള നടപടികളും ആയി മുന്നോട്ട് പോവുകയാണ്. 3 വർഷമായി തുടർച്ചയായി പോവുകയാണ്. ഈ വർഷം അതിന് വേണ്ട പദ്ധതികൾ വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖല സബ്സിഡികൾ നമുക്കറിയാം. ഇന്ന് നമ്മൾ കർഷക ബാങ്ക് രൂപീകരിക്കാൻ ഒരൊറ്റ കുടക്കുഴിയിൽ എല്ലാവരെയും കൊണ്ടുവന്ന് സബ്സിഡികൾ ആ ബാങ്കിലൂടെ വിതരണം ചെയ്യുന്ന 900ഓളം ഇവിടെ കർഷകരുണ്ട്. നമ്മുടെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർഷകരുണ്ട്. വിവിധ കൃഷി രീതിയിൽ ചെയ്യുന്ന കർഷകരുണ്ട്. ആ കർഷകരെയൊക്കെ നമ്മൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. കാരണം വ്യത്യസ്തമായ കൃഷി രീതികൾ ഉണ്ടാകുന്ന ഓരോ വാർഡ് തലത്തിൽ, ഒരു വാർഡിൽ നമ്മൾ നിർബന്ധമായിട്ട് പയർ ചെയ്യുകയാണെങ്കിൽ മറ്റു വാർഡിൽ പയർ ചെയ്യാനും പാടില്ല. അങ്ങനെ വ്യത്യസ്തമായ കൃഷി രീതികൾ അവലംബിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു കുടക്കീഴിലാക്കുന്നത്. ഇത് നമ്മൾ ഇവിടെ തന്നെ വിപണന കേന്ദ്രമുണ്ടായി നമ്മൾ വളരെ കുറഞ്ഞ വിലക്ക് നല്ല ഭക്ഷ്യയോഗ്യമായ പച്ചക്കറികൾ കൊടുക്കാനുള്ള നടപടികളുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ആലോചന യോഗങ്ങൾ കഴിഞ്ഞു. അതിന്റെ പ്രൊജക്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പദ്ധതികളും പോകുന്നുണ്ട്. പിന്നെ സബ്സിഡികൾ പരമാവധി ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി അവർക്ക് വേണ്ട പ്രത്യേകമായ ക്ലാസ് ഞങ്ങൾ ഗ്രാമസഭ വിളിക്കാറുണ്ട്. കർഷകരെ മാത്രം ഗ്രാമസഭ വിളിച്ച് പല മേഖലയിലായിട്ട് ഒരു കർഷകരെ ചീര കർഷകരായിട്ടുണ്ടാവും, നെൽ കർഷകരുണ്ടാവും. അങ്ങനെ 2, 3, 4 ആൾക്കാരുടെ ഗ്രാമസഭ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിട്ട് അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളെയാണ് നമ്മൾ പ്രധാനമായി കൊണ്ടുവരുന്നത്. വിദഗ്ധരായ ആൾക്കാരെ വർക്കിംഗ് ഗ്രൂപ്പിൽ വെക്കാറുള്ളത്. അതുകൊണ്ട് നല്ല നല്ല നിർദ്ദേശങ്ങൾ നമുക്ക് പലപ്പോഴും വരാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ അംഗനവാടിയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നല്ല രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത് എന്നറിയപ്പെടുന്നു. അതോടൊപ്പം തന്നെ അംഗനവാടി കം കൃഷി എന്നൊരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ആ പദ്ധതി? എന്താണ് ഇത് ലക്ഷ്യം വെക്കുന്നത്? നമ്മുടെ ഇവിടെ 24 അംഗനവാടികളാണുള്ളത്. 23 അംഗനവാടിക്കും നമുക്ക് കെട്ടിടങ്ങളുണ്ട്. ഒരു അംഗനവാടിക്ക് മാത്രം കെട്ടിടം ഇല്ലാത്തൊരവസ്ഥയുള്ളൂ. അത് ട്രൈബൽ ഏരിയയാണ്. അതിലേക്കും ഞാൻ 60 ലക്ഷം രൂപ
ജന്മം പദ്ധതിയിൽ കൊടുത്തിട്ടുണ്ട്. PM ജന്മം പദ്ധതി എന്ന് പറഞ്ഞു. അതിന്റെ പിന്നെ ടെൻഡർ കഴിഞ്ഞു. അതിന്റെ ബോർഡ് മീറ്റിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ടെൻഡർ കഴിഞ്ഞ് അത് അംഗീകരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. അത് 60 ലക്ഷം രൂപയാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ PSC കോച്ചിങ് ക്യാമ്പ് അടക്കം നമ്മൾ നടത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അംഗനവാടി ക്രംസ് എന്ന് പറയുമ്പോൾ അംഗനവാടി കം ക്രഷ് അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ 6 മാസം മുതൽ 3 വയസ്സ് വരെ ഉള്ള കുട്ടികളെ അവിടെ പരിപാടി 6 മണിക്ക് നമ്മളെ കൊടുന്നാൽ 7 മണിക്ക് വൈകുന്നേരം 7 മണിക്ക് തിരിച്ചുകൊണ്ടേ. നമുക്കറിയാം ഒട്ടനവധി വീട്ടമ്മമാർക്കൊക്കെ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. ഡേ കെയറിലൊക്കെ അവിടെ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. അവർ ശമ്പളം അവർക്ക് വേണ്ട, പിന്നെ മാസത്തിലുള്ളതിന്റെ വേതനം കൊടുക്കണം. ഇവിടെ നമുക്ക് അതൊന്നും വേണ്ട. വളരെ തികച്ചും സൗജന്യമായിട്ട് അതിന് 2 ആൾക്കാർ അഡീഷണലായി വെച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം ഇപ്പം കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നമ്മുടെ പഞ്ചായത്തിലില്ല അങ്ങനെ ജോലിക്ക് പോകാൻ പ്രയാസമുള്ള കുട്ടികളെ കൊണ്ട് പ്രയാസമുള്ള ആൾക്കാർക്ക് ആ അംഗനവാടിയിൽ കൊടുന്ന കുട്ടികളെ ഏൽപ്പിക്കുകയും അവരെ ജോലി കഴിഞ്ഞതിന് ശേഷം തിരിച്ച് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് അംഗനവാടി ക്രഷ് എന്ന് പറയുന്ന പദ്ധതി. അവർക്ക് വേണ്ട ആ പോഷകാഹാരം എല്ലാ പരിചരണം അവിടെ ലഭിക്കും. അത് പുതിയ പദ്ധതിയാണ്. അത് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കീഴിൽ പഞ്ചായത്തുമായി കൂടി ആലോചിച്ച് ചെയ്യുന്ന പദ്ധതിയാണ്. നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ 2 സ്ഥലങ്ങളിലാണ് ഇത് ആരംഭിക്കാൻ പോകുന്നത്. ഒന്ന് മുനിസിപ്പാലിറ്റിയിലും ഒന്ന് മൂത്തേടം പഞ്ചായത്തിലും. തീർച്ചയായും മറ്റ് പഞ്ചായത്തുകളിൽ നിന്നും എല്ലാം തന്നെ വിഭിന്നമായിട്ടുള്ള ഒരു പദ്ധതിയാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അത് യാഥാർത്ഥ്യമാകട്ടെ, അത് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 3 ഭാഗം പുഴയാലും അതോടൊപ്പം തന്നെ 3 ഭാഗം വനത്താലും ചുറ്റപ്പെട്ട ഒരു പഞ്ചായത്ത് കൂടിയാണ്. ടൂറിസത്തിന് അനന്തമായിട്ടുള്ള ഒരു സാധ്യത കൂടിയുണ്ടല്ലോ. അത് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തി വരുന്നത്? നമ്മൾ നെടുങ്കണ്ടം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി നിലവിലുള്ളതാണ്. അതുപോലെ നമ്മുടെ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കാനുള്ള റോഡുകളൊക്കെ ഉണ്ട്. ആ റോഡുകളുടെ ശോചനീയാവസ്ഥ വളരെ പ്രയാസകരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായി ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഉച്ചക്കുളം എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. നമ്മുടെ പിന്നെ ടൗണിൽ നിന്നും ഒരു 2 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ്, അത് വനത്തിനുള്ളിലാണ് കോളനി. അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രപ്പോസൽ MP മുഖാന്തരം 5 കോടി രൂപയുടെ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അത് വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഒട്ടനവധി ടൂറിസ്റ്റ് സാധ്യതകൾ ഉള്ള ഒരു മേഖലയാണ് മൂത്തേടം പഞ്ചായത്ത്. മൂത്തേടം പഞ്ചായത്തിനെ അപേക്ഷിച്ച് വലിയ ഫാക്ടറികളോ ഒന്നുമില്ല. പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് മൂത്തേടം പഞ്ചായത്ത്. വനത്താലും അതുപോലത്തെ അരുവികളാൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു സ്ഥലമാണ് മൂത്തേടം പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ ടൂറിസത്തിന്റെ സാധ്യതകളെല്ലാം നമ്മളെ നിലവിലുള്ള MP-മാരുമായി രാജ്യസഭാ MP-മായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി ഇതിന്റെ ചർച്ചയൊക്കെ കഴിഞ്ഞ് അതിന്റെ പ്രൊജക്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. അത് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് മൂത്തേടം പഞ്ചായത്തിന്. എങ്കിൽ മൂത്തേടം പഞ്ചായത്തിന്റെ തനതായ വരുമാനം വളരെ കുറവുള്ള ഒരു പഞ്ചായത്താണ്. മൂത്തേടം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തനത് വരുമാനം എന്ന് പറയുന്നത് 40 ലക്ഷം രൂപയാണ് ആകെയുള്ളത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന് വരുമാന കുറവുണ്ടെങ്കിൽ പോലും നാടിന്റെ വികസനത്തിൽ മൂത്തേടം പഞ്ചായത്ത് എപ്പോഴും മുന്നിലാണ് മറ്റു പഞ്ചായത്തെ അപേക്ഷിച്ച് എന്നുള്ളതാണ്. മേൽത്തട്ടുകൾ ഫണ്ടുകൾ യഥാസമയം നമ്മൾ പരമാവധി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈനംദിന റോഡുകളുടെ വികസനമൊക്കെ നമ്മുടെ മൂത്തേടം പഞ്ചായത്തിന് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഭരണസമിതിക്ക് എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടും അതുപോലെ തന്നെ അഭിമാനത്തോടെയാണ് നിൽക്കുന്നത്. തീർച്ചയായും ഭാവിയിലേക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇനി കരുതി വെച്ചിരിക്കുന്നത്? ഭാവിയിൽ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാർഷിക മേഖലക്ക് ഊന്നൽ നൽകിയാണ്. കാർഷിക മേഖല നമുക്കറിയാം, നമ്മുടെ ഈ സംസ്ഥാനം എന്നുള്ളത് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്, ഉപഭോക്തൃ സംസ്ഥാനമാണ്. നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് മറ്റുള്ള എല്ലാ പച്ചക്കറി, പാല് മുതൽ മുട്ട വരെയുള്ളത്. അത് നമ്മുടെ മൂത്തേടം പഞ്ചായത്തിന് സുലഭമായി ലഭിക്കാൻ മറ്റു പഞ്ചായത്തുകളിലേക്ക് പിന്നെ കൊടുക്കാനും അതോടൊപ്പം തന്നെ നല്ല ബ്രാൻഡഡ് സാധനങ്ങളായി നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കാനും അതിനൊരു സംഭരണ കേന്ദ്രം അതുപോലെ വിപണന കേന്ദ്രം ഉണ്ടാക്കാനുള്ള ആലോചന മീറ്റിംഗ് 2 ദിവസം നടന്നിട്ടുണ്ട്. ഇനി മിനിസ്റ്ററുമായി ഈ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന കേന്ദ്ര സർക്കാർ സഹായത്തോടെ ആ പദ്ധതി നടപ്പിലാക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അത് നല്ലൊരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഒട്ടനവധി ആൾക്കാർ തൊഴിൽ സാധ്യതകൾ കണ്ടെത്തുന്നതാണ്. സാമ്പത്തികമായ ഫിനാൻഷ്യൽ ക്രൈസിസ് വരെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ള പദ്ധതിക്ക് ആവിഷ്കരിക്കപ്പെടുകയാണ്. അത് നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കാനുള്ള 2 മീറ്റിങ്ങുകൾ കഴിഞ്ഞു. ഇന്നത് അതിന്റെ ഫൈനൽ മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഒന്നുകൂടി ഒരു മീറ്റിംഗിന് വിളിച്ചാൽ ഫൈനൽ മീറ്റിംഗ് ആക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അധ്യക്ഷന്മാരോട് വിളിച്ചിട്ട് ആ മീറ്റിംഗിൽ വിളിച്ച് ഫൈനൽ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് നടപ്പിലാക്കി വരുന്നത്. മലപ്പുറം ജില്ലയിലെ മൂത്തേടം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് ഉസ്മാൻ നമ്മളോട് പങ്കുവച്ചത്. നന്ദി ഉസ്മാൻ.